പോകുന്നത് ഒരു വെറൈറ്റി കടിയാണ്. എന്തപ്പം? വെറൈറ്റി അപ്പം. ഈ വെറൈറ്റി അപ്പത്തിന് എന്തൊക്കെയാ വേണ്ടേ? കടലപ്പരിപ്പ്, പച്ചമുളക്, ചിക്കൻ, തക്കാളി, ഉള്ളി, ഇത് ഗ്രീൻ പീസ്, പിന്നെ അത് ബീട്രൂട്ട് വെള്ളം, ബീട്രൂട്ട് അടിച്ച, അത് ക്യാരറ്റ്, പിന്നെ മൈദ, പിന്നെ മഞ്ഞള്, മുളക്, ചിക്കൻ മസാല, ഉപ്പ്, അത് മൈദപ്പൊടി. ഉണ്ടാക്കാൻ പോകാം. വെറൈറ്റി അപ്പം അല്ലേ? അക്കുളിസ് എന്താ ഇത്ര ദിവസം ലതീനാലോട് ഇല്ലാണ്ടെന്നേ? വെറുതെ ഇല്ലാണ്ടായതാ? അക്കുളിസ് അംഗൻവാടി പോക്കേനു അല്ലേ? നമുക്ക് ഈ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള മൈദ ആദ്യം കുഴച്ചെടുക്കാം. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഇത് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മസാലയാക്കാം. നമുക്ക് ഇതിൻ്റെ മസാലയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഇഷ്ടമുള്ള മസാല ഫില്ലിങ് ആക്കാം. നമുക്ക് ഞാനിന്ന് പച്ചക്കറിയും ചിക്കനൊക്കെ കൂടിയിട്ട് ആക്കുന്നത്. ഉള്ളി നമുക്ക് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കടിയാണിത്. ഇക്കാക്ക നമുക്ക് കരിവേപ്പില മുറിച്ച് തരും. ഇക്കാക്കന് കുറച്ച് കരിവേപ്പില മുറിച്ച് തരാൻ ഞാൻ പറയാനും പണിയെടുക്കുന്നതാണ്. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ക്യാരറ്റ് ഇതായി വരുമ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് വേവിച്ചതാണ്, അതുകൊണ്ട് വേവിക്കേണ്ട ആവശ്യമില്ല. വെന്ത് കുഴഞ്ഞു പോയത് നമ്മൾ കുക്കറിലിട്ട് ഇതാക്കുമ്പോൾ. അത് കഴിഞ്ഞ് നമുക്ക് പൊട്ടുകടല വേവിച്ചതിട്ട് കൊടുക്കാം. പൊട്ടുകടലയും വേവിച്ചതാണ്. അതിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ പൊടിച്ച കുറച്ച് മതി, ഒന്ന് കടിക്കാൻ പാകത്തിന് മാത്രമുള്ള ചിക്കൻ്റെ പീസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതായി പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഗ്രീൻ പീസിലൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് കുറച്ച് മതി. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലോണം ചെറിയ ഇതിലിട്ടിട്ടൊന്ന് ഈ മസാലേൻ്റെ ഇതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഓഫാക്കാം. ഈ പലഹാരം ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോരി ആവശ്യമുണ്ട്. കോരി ആയാലും സാരമില്ല, നമ്മൾ അരി ഊറ്റുന്ന അരിപ്പയില്ലേ, അതായാലും സാരമില്ല. അപ്പം ഇത് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ബീട്രൂട്ടിൻ്റെ നീരും ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ആദ്യം മൈദ ഇതിലിങ്ങനെ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം പ്രസ്സാക്കി കൊടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ നല്ലോണം അമർത്തിയിട്ട് എത്ര കയ്യിൽ നിന്ന് നല്ല നേർങ്ങനെ ആക്കിയിട്ട് ആക്കുക. ഇങ്ങനെ പരത്തി ഇതുണ്ടോ. അപ്പോൾ ഇത് പ്രസ് ചെയ്താലാണ് ഇതിൻ്റെ ഈ ഓട്ടയിലേക്ക്
ഈ മാവ് ഇങ്ങനെ വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മാവ് ഇതിൻ്റെ പുറത്ത് കൂടി നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ അമർത്തി കൊടുക്കുക. ഇതുപോലെ. എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് ബീട്രൂട്ടിൻ്റെ നീര് ഇതിലേക്ക് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ മസാല ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടേൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അല്ലെങ്കിൽ ബോൾ പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ടിതാ ഇങ്ങനെ ഇതിങ്ങോട്ടേക്ക് ആക്കുക. നമുക്ക് ഇതിൽ നിന്ന് ഇതിങ്ങനെ മെല്ലെ എടുത്തിട്ട് ഇതിൽ കുറച്ച് എണ്ണ ഇതാക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് വേഗം കിട്ടും. എന്നിട്ട് ഇങ്ങനെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തുണ്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇതാക്കി കൊടുക്കാം. മസാല പുറത്തേക്ക് വരരുത്. അപ്പോൾ നമുക്ക് ചെറുങ്ങനെ ഇതൊന്ന് പിരിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ബോൾ പോലെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അടയാക്കിയെടുക്കുക. ഇത് വേണ്ട, ഇതുപോലെ നമുക്ക് ഭൂരിയും പൊരിക്കാം. ഇങ്ങനെ ആക്കിയിട്ട് ഭൂരി പൊരിച്ചാൽ കുട്ടികൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഭൂരിയും പൊരിക്കാം. ഇത് നമുക്കിത് പൊരിച്ചെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് കണ്ട, ഇത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരത് കണ്ട പൊരിഞ്ഞാലിങ്ങനെ ഉണ്ടാവുക. നമുക്ക് ഇത് ഞാൻ 2-3 ഇത് ബാക്കിയുണ്ടായിരുന്നു, അത് പൂരി പോലെ ഇതാക്കിയിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ഇതാ ഇവിടെ പൂരി പൊന്തി വരുന്നുണ്ട്. ഇത് കണ്ട, ഞാനിന്നുണ്ടാക്കിയ വെറൈറ്റി കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിന് നമുക്ക് എന്ത് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാം. മധുരം വേണേൽ മധുരം കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ പിന്നെ ഭൂരിയും ചൂടാം. പിന്നെ ഇത് നമുക്ക് ബോൾ പോലെ ആക്കിയിട്ട് മസാല നിറയ്ക്കാം. ഇത് പിന്നെ നമ്മൾ അരി ഊറ്റുന്ന അരിപ്പയിൽ വെച്ചിട്ടും ഇതുപോലെ ആക്കിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്.